എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. ഇക്കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ ജനിക്കാനൊരിടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ തെരുവിൽ പിറന്ന യേശു ക്രിസ്തുവിൻ്റെ സ്മരണ പുതുക്കുന്ന 25 രാവിലെ 11 മണിക്ക് തങ്ങളുടെ ആസ്ഥാനമായ എറണാകുളത്തെ അരമനയുടെ മുൻപിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഒരു നിൽപ്പ് സമരം നടത്തേണ്ടി വന്നു. തങ്ങൾക്ക് നീതി കിട്ടാൻ. ആ സമരത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുടെ കൂടെ ഞാൻ ഈ അവസരത്തിൽ വയ്ക്കുകയാണ്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ആസ്ഥാനത്തിൻ്റെ വാതിൽക്കൽ വരെ നമ്മൾ ചെല്ലും. അവിടെ നമ്മൾ നിൽക്കും. അതിനുശേഷം നമ്മുടെ ജോയ്സ് കൈതക്കോട്ടലച്ഛൻ ഒരു ആമുഖ പ്രഭാഷണം നടത്തും. അച്ഛൻ നടത്തും. അതിനുശേഷം ഞാൻ സംസാരിക്കും. അത് നമ്മളെല്ലാവരും കൂടി ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ അതിരൂപതയിൽ കഴിഞ്ഞ 7 വർഷമായി നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനോ ഈസ്റ്റർ ആഘോഷിക്കുവാനോ നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിനും നീതിക്കും വേണ്ടി ഒരു നിലപാടെടുത്തിരിക്കുന്നു. അതാണ് നമ്മൾ ചെയ്ത കുറ്റം. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പുൽക്കുടിയിൽ പിറന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ നമ്മുടെ അധികാരികൾ ചെയ്യുന്ന ഈ അനീതിക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ ഈ നിൽപ്പ് സമരം നടത്തുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ നിന്നും ഇറങ്ങി അതിരൂപത ആസ്ഥാനത്തേക്ക് നീങ്ങും. സ്നേഹമുള്ള അച്ഛന്മാരെ, നമ്മുടെ അതിരൂപത കഴിഞ്ഞ 6-7 വർഷങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി മിക്കവാറും എല്ലാ വർഷവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്താറുണ്ട്. നമ്മുടെ ഏതാനും വൈദികർ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന
വലിയ സംഘർഷാവസ്ഥ നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഇത് അധികാരികളുടെ ശ്രദ്ധയിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ മനസ്സിലും ദുഃഖിപ്പിക്കാൻ വേണ്ടി ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെയൊരു ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് ഈ പൊരിവെയിലത്ത് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു നിൽപ്പ് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആമുഖമായി നമ്മുടെ പ്രിയങ്കരനായ കുര്യാക്കോസ് മുണ്ടാടനച്ചൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട സഹോദര വൈദികരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും 2024 ക്രിസ്മസ് മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്കറിയാം, ക്രിസ്മസ് ലോകമെങ്ങും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആ ഒരു സന്തോഷവും സമാധാനവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് 7 വർഷത്തോളമായി. 2017 മുതൽ ആരംഭിച്ച സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ വൈദികരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ അധികാരികളുടെ സഭാധികാരികളുടെ ഉള്ളിലേക്ക് അല്പം വെളിച്ചം പ്രവേശിക്കാനായിട്ട്, അതാണ് പ്രതീകാത്മകമായിട്ട് ഇവിടെ ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നത്. ലോകത്തിൻ്റെ രക്ഷകനായി പച്ചപ്പാതിരിയിൽ പുൽത്തൊട്ടിൽ പിറന്ന യേശു വെളിച്ചമായിട്ടാണ് വന്നത്. പക്ഷെ ആ വെളിച്ചം തിരസ്കരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഔസപിതാവിനും മാതാവിനും സ്വന്തം നാട്ടിൽ നിന്നും ഒരു പുറപ്പാട് നടത്തേണ്ടതായിട്ട് വന്നു. രക്ഷകനെ പിറക്കാനായിട്ട് സത്രങ്ങൾ എല്ലായിടത്തും മുട്ടിയിട്ടും ആരും ഒരു സത്രവും തുറന്നു കൊടുത്തില്ല. അവസാനം തെരുവിലാണ് യേശുവിനെ, ലോകരക്ഷകനെ, പരിശുദ്ധി അമ്മ പ്രസവിച്ചത്. അതുപോലെയാണ് പ്രപഞ്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിൽ വന്ന് പിറക്കാൻ ഒരിടമില്ലാതെ തെരുവിൽ പിറന്നതുപോലെയാണ് ഇന്ന് ഞങ്ങളുടെ അമ്മയായ അതിരൂപതയുടെ ആസ്ഥാനത്തിൻ്റെ വാതിലുകൾ ഏതാനും നാളുകളായി ഇവിടുത്തെ മക്കളുടെ മുൻപിൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. അതിന് ഈ കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഈ അരമനയുടെ വാതിലും ഗേറ്റും ഞങ്ങൾക്കെതിരെ കൊട്ടിയടച്ചിരിക്കുക. ഞങ്ങൾക്ക് പ്രവേശിക്കാൻ പാടില്ല. പോലീസും എല്ലാം ഞങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. കാരണം തെരുവിൽ പിറന്ന യേശു ക്രിസ്തുവിൻ്റെ ദിനം ആചരിക്കുന്ന ഈ ദിവസം ഈ തെരുവിലായിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ സത്യത്തിന് വേണ്ടിക്കും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ പൊരിവെയിലത്ത് തെരുവിൽ നിൽക്കുന്നതിൽ ഞങ്ങൾ ആത്മാഭിമാനം കൊള്ളുന്നു. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അധികാരികൾ ഈ ഗേറ്റ്, ഈ വാതിലും സ്വന്തം മക്കൾക്ക് നേരെ കൊട്ടിയടച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു അസത്യത്തെ, ഒരു അനീതിയെ ചോദ്യം ചെയ്തു. അനീതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ കാലിത്തൊഴുത്തിൽ പിറന്നത് എന്നുള്ള സത്യം നമുക്കറിയാം. കാരണം കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള യാത്ര അത് അനീതിക്കും അസത്യത്തിനും അധാർമികതയ്ക്കുമെതിരായിരുന്നു. അതുകൊണ്ടാണ് കുരിശിൽ മരിച്ചത്. അപ്പോൾ എല്ലാവരും പറയുന്നു പുരോഹിതന്മാർ അനുസരിക്കണ്ടേ എന്ന്. അനുസരിക്കണം. ഞങ്ങൾ അനുസരിക്കുന്നത് ക്രിസ്തു അനുസരിച്ചതുപോലെയാണ്. അസത്യത്തെയും അധാർമികതയെയും അനീതിയെയും സ്വീകരിച്ചിട്ടുള്ള അനുസരണം ക്രിസ്തുവിൻ്റെ അനുസരണമല്ല. അങ്ങനെ ഒരു അനുസരണം കത്തോലിക്ക സഭ വിഭാവനം ചെയ്യുന്നില്ല. അനുസരണം എന്ന് പറയുന്നത് സത്യമില്ലെങ്കിൽ, നീതിയില്ലെങ്കിൽ, ധാർമ്മികതയില്ലെങ്കിൽ അത് പൊള്ളയാണ്, അത് അടിമത്തമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും സന്യസ്തരും വൈദികരും കേവലം അടിമകളല്ല, ഞങ്ങൾ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ ഞങ്ങളുടെ അരമനയ്ക്കകത്ത് ഇപ്പോൾ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായി വന്നിരിക്കുന്ന മാർ ബോസ്കോ പുത്തൂർ, അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് ഹെറോദസുമാരെയും പീലാത്തോസുമാരെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള അച്ഛന്മാരെയുമാണ്.
അവർക്ക് ഈ അതിരൂപത മക്കൾക്കായ വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ അവരിഷ്ടം പോലെ നടപടിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ ഒരൊറ്റ നടപടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ ബൈബിളിലുള്ള നടപടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നില്ല, പോലീസിനെയും ഭയപ്പെടുന്നില്ല, ജയിലിനെയും ഭയപ്പെടുന്നില്ല, ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ വന്ന് നിൽക്കില്ല, ഞങ്ങളിവിടെ സംസാരിക്കുകയില്ല. കാരണം ഞങ്ങളുടെ ശക്തി ക്രിസ്തുവാണെന്ന്. ഞങ്ങളുടെ ശക്തി ഈ അധർമ്മികളായ അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന, അസത്യത്തിന് കൂട്ടുനിൽക്കുന്ന മെത്രാന്മാരല്ല ഞങ്ങളുടെ ശക്തി. ഞങ്ങളുടെ ശക്തി യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വിശ്വാസികളും ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ സന്നിസ്ഥരും ഞങ്ങളുടെ കൂടെയുണ്ട്. അവർ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനം പുലരണം, ശാന്തി പുലരണം. ആ ശാന്തിയും സമാധാനവും എങ്ങനെ പുലരും? അതിവിടെ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ആണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നടപടിക്രമങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവർ കാനൽ ലോ കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് കാനൽ ലോയാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചാൻസലറെ നിയമിക്കാൻ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ഏത് കാനൽ ലോയാണ് അഴിമതി നടത്തുന്ന ഒരാളെ പ്രൊക്കുറേറ്ററായിട്ട് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഏത് കാനൽ ലോയാണ് യാതൊരു മനുഷ്യരുടെ ഇടയിൽ സൽപ്പേരില്ലാതെ നിന്നിടത്തൊക്കെ ചെന്നിടത്തൊക്കെ സ്വന്തക്കാരെയും ബന്ധുജനങ്ങളെയും ഓരോ തസ്തികളിൽ നിയമിച്ച ഒരു വ്യക്തിയെ ഇവിടുത്തെ വികാരി ജനറലായിട്ട് വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കോ സന്യസ്തർക്കോ വൈദികർക്കോ സ്വീകാര്യമല്ലാത്ത ഒരു കൂരിയ മെമ്പേഴ്സിനെ വെച്ചിട്ട് ഞങ്ങളെ പീഡിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. സ്നേഹത്തെയും കാരുണ്യത്തെയും നീതിയെയും സത്യത്തെയും ഒക്കെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിൽപ്പ്, അതിനാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിലപാടിൽ നിന്നും ഞങ്ങളുടെ ജീവൻ പോയാലും ഒരു തരി പുറകോട്ട് പോകുകയില്ല എന്ന ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. സഹവൈദികരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 7 വർഷക്കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന സമരത്തെപ്പറ്റി ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ സമരത്തെ ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് ഒരുപക്ഷെ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിൻ്റെ കാരണം, അവസാനം വന്ന് നിൽക്കുന്ന കുർബാന എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. കുർബാനയിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നുള്ള വിഷയം എൻ്റെ ഈ മതത്തിൽപ്പെടാത്ത മറ്റു പല ആൾക്കാരും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ വിഷമാണ് എൻ്റെ അച്ഛാ? നിങ്ങൾക്കത് എവിടേക്ക് തിരിഞ്ഞാലും എന്താ കുഴപ്പം? നിങ്ങൾ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് തിരിയണതാണോ നിങ്ങളുടെ വിഷയം? ഞാൻ പറഞ്ഞു അതല്ല വിഷയം. ഒരു പക്ഷേ ആ കന്യാസ്ത്രീ സമരത്തിന്, ഫ്രാങ്കോക്കെതിരെയുള്ള കന്യാസ്ത്രീ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അന്ന് 700ഓളം സംഘടനകളാണ് ആ സമരപന്തലിൽ 14 ദിവസത്തിനുള്ളിൽ വന്നത്. ആ സമരത്തെ പോലെ തന്നെ ഒരുപക്ഷെ ഈ ചരിത്ര കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ളൊരു സമരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് പ്രസ്ഥാനത്തിനകത്താണ് ആ പ്രസ്ഥാനത്തിൻ്റെ പരമോന്നത നേതാവിനെതിരെ സമരം സംഘടിപ്പിക്കാൻ ആ പ്രസ്ഥാനത്തിലെ നേതാക്കൾ സമ്മതിക്കുന്നത്? CPM-നകത്ത് അതിൻ്റെ സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാൻ CPM സമ്മതിക്കുമോ? കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് സമ്മതിക്കുമോ? അങ്ങനെ ഏത് സംഘടന നിങ്ങളെടുത്തോളൂ, ഏത് സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന മനുഷ്യർക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ ആ നേതൃത്വം സമ്മതിക്കുക? TP ചന്ദ്രശേഖരൻ്റെ വധ നമുക്കറിയാം. അങ്ങനെ മാതൃകയാക്കേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സമരം നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ, നേതൃത്വത്തിൻ്റെ അധികാര പ്രമത്തതയ്ക്കെതിരെ,
നേതൃത്വത്തിൻ്റെ മനുഷ്യത്വരഹിതത്തിനെതിരെ, നേതൃത്വത്തിൻ്റെ ക്രിസ്തു വിരുദ്ധതയ്ക്കെതിരാണ് എറണാകുളം അങ്കമാലി അതിരൂപത സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത ഇത്രയും ഈ വൈദിക സമൂഹത്തെ പോലെ മറ്റൊരു വൈദിക സമൂഹം ഈ ലോകത്തെ ഏതെങ്കിലും രൂപതയിലുണ്ടോ എന്ന് ദയവായി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ ഇവിടെ നിൽക്കുന്ന വൈദികരോ ഒന്ന് പറയണമെന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. ഏത് വൈദിക സമൂഹമാണ് ലോകത്തില്? കാത്തലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സലാണ്. ലോകത്തിലെ ഏത് രൂപതയാണ് കഴിഞ്ഞ 7 വർഷമായി അതിൻ്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിനെതിരെ സമരം സംഘടിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ സാധ്യതയുള്ളത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു രൂപതയിലെ വൈദികൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, വട്ടൂരി നിങ്ങൾക്കൊരു 400 കോടി രൂപയുടെ വിഷയമല്ലേ ഉള്ളൂ, 1000 കോടി രൂപയുടെ വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അത് അഡ്രസ്സ് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ ഒരു വൈദികരെ പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ 49 വൈദികരെ കിട്ടിയില്ലേ? എൻ്റെ സുഹൃത്ത് വൈദികരെ, നമ്മൾ നടത്തുന്ന സമരം ഈ കാലം ഒരുപക്ഷെ ഈ സമരത്തെ പറ്റി 100 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ സമരത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, ആത്മീയ മാനങ്ങളെ പറ്റി സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്രയും പ്രധാനപ്പെട്ടതാണ്. ഈ കേരളത്തിലെ നിലനിൽക്കുന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണെന്ന് ഞാനിതിൽ പറയാൻ കാരണം, അധികാര ദുഷ്പ്രവണതയ്ക്കെതിരെ, അധികാര പ്രമത്തതയ്ക്കെതിരെ ഒരു സംഘടനാ സംവിധാനത്തിൽ അതിൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾക്കും വൈദികർക്കും മാത്രമാണ്. അതാണ് ഈ സമരത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തത്, എൻ്റെ പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്നോടൊന്ന് പറയേ, 16 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു വൈദികനെ എന്തുകൊണ്ട് വെക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയൂ. കാരണം ചാൻസലർ അങ്ങനെ വെക്കാതിരിക്കാനുള്ള കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിയിൽ അങ്ങനെ ചെയ്താൽ നിനക്കിങ്ങനെ ഒരു ശിക്ഷയുണ്ടെന്ന് പറയണം. നമ്മുടെ കാനൻ ലോയില് മെത്രാന്മാരെ ശിക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു കാനം ബിജു അച്ഛനൊന്ന് പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട കാനനിസ്റ്റുകൾ ദയവായിട്ട് എന്നോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇവർ ചെയ്താൽ, ആ തെറ്റ് ചെയ്താൽ അത് അവർ അക്കൗണ്ടബിൾ ആക്കുന്നത് ഏത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. ഇന്ത്യ കോളത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ കൊന്നാൽ, നിങ്ങൾ ബലാത്സംഗം ചെയ്താൽ, നിങ്ങൾ മോഷ്ടിക്കരുതെന്നുള്ള ഉപദേശമല്ല അതിലുള്ളത്. നിങ്ങൾ മോഷ്ടിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. ഈ വ്യവസ്ഥിതി നമുക്ക് നമ്മുടെ കാനൻ ലോയിൽ ഇല്ല. ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? മെത്രാൻ നിയമം ഉണ്ടാക്കുന്നത്. ആരാണ് നിയമം വ്യാഖ്യാനിക്കുന്നത്? ആരാണ് നിയമം നടപ്പിലാക്കുന്നത്? ഈ വ്യവസ്ഥ പൊളിച്ചു കളയാതെ എങ്ങനെയാണ് മിസ്റ്റർ ബിഷപ്പിന് ഒരു തലയ്ക്കകത്ത് വെളിച്ചം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ ഈ സംവിധാനം തകർന്ന് തരിപ്പണമായില്ലേ? എന്തുകൊണ്ട് തകർന്ന് തരിപ്പണമായി? അതിൽ ഈ പൗരോഹിത്യ നേതൃത്വത്തിന് മാത്രം അധികാരമുള്ള ഒരു വ്യവസ്ഥിതിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഞങ്ങൾക്ക് നമ്മൾ ഈ അൽമായ സമൂഹം, അൽമായ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ലാമിൻ ഇൻ കമ്പ്യൂട്ടർ, ലാമിൻ ഇൻ ഫിസിക്സ്, ലാമിൻ ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിവരമില്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെ ബൈക്ക് ഓടിച്ച് വന്നപ്പോൾ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ തന്നത് ആ ജനമാണ്. എന്നിട്ട് ഞാൻ അവരെ പറയുന്നു ലാമൻ, അറിവില്ലാത്തവൻ. ഈ കത്തോലിക്ക സഭയിൽ ഇതാണ് നമ്മൾ നിൽക്കുന്ന ബോൺ സ്ട്രക്ചർ ഓഫ് അവർ സിസ്റ്റം. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെടുന്ന വൈദികർക്ക് മാത്രമാണ് ഇതിനെപ്പറ്റി ആലോചിക്കാൻ ധൈര്യമുണ്ടാവുള്ളൂ. കാരണം യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് ആ യഹൂദ സമുദായത്തിൻ്റെ സിസ്റ്റം അറിയോ, ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ, ഒരുപാട് നേർച്ചകൾ, കാഴ്ചകൾ, അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും വയലൻ്റായൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തെ അവൻ പ്രൊവോക്ക് ചെയ്തു, അതിനെ എക്സ്പോസ് ചെയ്തു, അതിനെ ചൂണ്ടിക്കാണിച്ചു തന്നു എന്നുള്ളതാണ് യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം എത്ര റോട്ടണാണ് എന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന സമരമാണ് ഈ എറണാകുളം രൂപതയിലെ വൈദികർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൗ റോട്ടൺ ദ സിസ്റ്റം. 700-800 കൊല്ലം മുമ്പുണ്ടായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് 175 പ്രാവശ്യമാണ് അത് തിരുത്തി എഴുതിയത്. ഇറ്റ്സ് എ ലിവിങ്
ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കാനൻ ലോ ഇറ്റ്സ് എ ഡെഡ് കാനൻ ലോ. ഇത് മ്യൂസിയത്തിൽ വെക്കേണ്ട ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളെ തന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ 2 മെത്രാന്മാരെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ബിഷപ്പ് ഹൗസിന് ഈ അരമന എന്നുള്ള വാക്കൊക്കെ ദയവായിട്ട് ഉപേക്ഷിക്കണം പ്ലീസ്. പിതാവെ എന്ന് വിളിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ സമരത്തിൻ്റെ. ഞാൻ എൻ്റെ ജനവേദനങ്ങൾ, യു കോൾ മീ ജസ്റ്റ് വട്ടോലി, ഡോണ്ട് കോൾ മീ ഫാദർ, ജസ്റ്റ് കോൾ മീ വട്ടോലി. എൻ്റെ 3 വയസ്സുള്ള കുട്ടികളൊക്കെ ഹായ് വട്ടോലി, ഹായ് വട്ടോലി. ഇതെന്താണ്? ആലഞ്ചേരിക്കെതിരെ നടക്കുന്ന സമരമാണിത്. കാരണം അധികാര പ്രമത്തതയ്ക്കെതിരെ, പൗരോഹിത്യ ധാർഷ്ട്യത്തിനെതിരെ നടക്കുന്ന സമരമാണിത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇത് അവസാനിക്കുമെന്ന് ദയവായിട്ട് നമ്മൾ വിചാരിക്കരുത്. കാരണം അത്രയും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധീരതയുള്ള ഒരു വൈദിക സമൂഹവും വൈദിക നേതൃത്വവും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമരം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എത്ര പണ്ടേ അവസാനിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം നൂറ്റാണ്ടുകളായി ഈ സിസ്റ്റം എങ്ങനെയാണ്, നമുക്കത് ബോധ്യപ്പെട്ടത് നമ്മുടെ നെഞ്ചത്തേക്ക് ഈ കടാര കുത്തിയിറങ്ങിയപ്പോഴാണ്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ നെഞ്ചത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഞെട്ടിച്ചിരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന സമരം ഇത് തീർച്ചയായിട്ടും ക്രിമിനൽ സംഘങ്ങളെ ഇവിടെ നിന്ന് പറപ്പിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിന് ഏത് വിധേനയും നമ്മൾ തെറ്റ് ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ ആശയപരമായ ഒരു വ്യക്തത ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ജനം, നിങ്ങൾക്കും എനിക്കും, ഞാൻ റാഫേൽ തട്ടിലിനെയും ബോസ്കോ പുത്തൂരിനെ പ്രതിയാക്കി കേസ് കൊടുത്തപ്പോൾ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരാൾ സംസാരിക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദിക, എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്ക് കുർബാന വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട, പക്ഷെ അതല്ല എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 99% വരുന്ന വൈദികരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ, ഇവരെ കോടതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്താൽ നിങ്ങളെ പുറത്താക്കുമെന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതിനെ ചോദ്യം ചെയ്യാനാണ് ഈ അടിമയായിട്ട് നിൽക്കുന്ന വൈദിക സമൂഹത്തെ, അടിമയായിരിക്കുന്ന ജനങ്ങളെ അവരെ മോചിപ്പിക്കാനാണ് ഞാൻ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്താക്കൂ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കൂ എന്നാണ് ആ വൈദിക സഹോദരനോട് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വൈദികരെ, അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ പുഴുക്കുത്ത്, എന്താണ് അതിന് പുഴുക്കുത്ത്? ഇതിൻ്റെ നിയമവ്യവസ്ഥ തന്നെയാണ്. ജനങ്ങൾക്ക്, നമുക്ക്, ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഒരു വൈദികൻ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമെന്ന് നമ്മുടെ രൂപതയിലെ കുറച്ച് വൈദികരുണ്ട്. കോംപ്രമൈസ്, ഞാൻ ആ സഹോദരനോട് ചോദിച്ചത് എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്? യു ജസ്റ്റ് ടെൽ മീ, നിനക്ക് എന്താണ് അധികാരമുള്ളത്? മെത്രാൻ്റെ പാദസേവകനായിരിക്കുന്നിടത്തോളം കാലം, മെത്രാൻ്റെ കാല് തക്കിയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് അധികാരമുണ്ട്. എന്നെങ്കിലും മെത്രാനെ ചോദ്യം ചെയ്യാൻ എന്താണ് നിന്റെ അവസ്ഥ? ഈ ജനങ്ങൾ 99% വരുന്ന ജനങ്ങൾക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഈ വ്യവസ്ഥിതിയിൽ, ഈ നിയമത്തിൽ എന്താണ് അവരുടെ അധികാരം, എന്താണ് അവരുടെ അവകാശം? അതുകൊണ്ട് നമ്മൾ പറയണം, കാനൻ ലോയല്ല, കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ഈ ജനങ്ങൾക്കും ഞങ്ങൾക്കും അധികാരമുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കണമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ സമരം. അത് കൊടുങ്കാറ്റായിട്ട് പരിണമിക്കില്ല. കൊടുങ്കാറ്റാണ് നമ്മൾ ചെയ്യുന്ന സമരം. ഇത് ഈ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന്, ഇത് കുർബാനയിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നൊരു വിഷയമല്ലാതെ, ഞാൻ എൻ്റെ പള്ളിയിൽ പറഞ്ഞു, ശീർഷാസനത്തിൽ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് കുർബാന ചൊല്ലും, ഞങ്ങൾ തീരുമാനിക്കും. അത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലണമെന്ന് പറഞ്ഞാൽ ചൊല്ലാൻ സൗകര്യമില്ല എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണിത്. കാനൻ ലോ തരുന്ന റൈറ്റ് അല്ല. കാനൻ ലോ എന്ന് പ്രമാണം ഈ മെത്രാന്റെ തറവാട്ട് കാര്യം മാത്രമാണ് ഈ സഭ എന്ന് പറയുന്നത്. ഇതിനെ മാറ്റിയേ പറ്റും, ഇതിന് മാറ്റണം. അതുകൊണ്ട് അങ്ങനെ മാറ്റിയെടുക്കാനുള്ള ഒരു സമരമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുർബാന വിഷയം പരിഹരിക്കാനോ ഭൂമി കച്ചവടത്തിൽ കുറച്ച് ഭൂമി നഷ്ടപ്പെട്ട് കുറച്ച് പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി നടക്കുന്ന സമരം മാത്രമല്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയെ തിരുത്തണം. ഇതിൻ്റെ ചീഞ്ഞഴുകിയ വ്യവസ്ഥിതിയെ തിരുത്തണം. ജനങ്ങൾക്കും ഞങ്ങൾക്ക് അധികാരമില്ലാത്ത വ്യവസ്ഥിതിയെ തിരുത്തണം. ഇത് തിരുത്താൻ വേണ്ടി നടക്കുന്ന സമരമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് കോലാടുകളും ചെമ്മരിയാടുകളും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുടെ മെത്രാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ജനങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്ന കാലം കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും വ്യക്തമായി തീരുമാനമെടുക്കേണ്ട ചരിത്ര മുഹൂർത്തമാണിത്. 2 കാലും ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. അപ്പുറത്തൊരു കാല്, ഇപ്പുറത്തൊരു കാല് പൊളിഞ്ഞു പോകുമെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട്
കോലാടുകളും ചെമ്മരിയാടുകളും വേർതിരിക്കപ്പെടുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഞാൻ ചെമ്മരിയാടാണെന്ന് പറയാൻ ധീരതയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരം, ഇത് ക്രിമിനാലിറ്റിക്കെതിരെ നടക്കുന്ന സമരമാണ്. ഈ വ്യവസ്ഥതയുടെ ഏറ്റവും നൃശംസതകൾ, ഇതിന്റെ ഏറ്റവും വയലൻസ്, ഇതിനെ പുറത്ത് വിടാൻ, ഇതിനെ എക്സ്പോസ് ചെയ്യാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരായ നമുക്ക് മാത്രമാണ് ശേഷിയുള്ളത്, ധൈര്യമുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമരമാണ്. ഈ സമരത്തിന് മുഴുവൻ ഐക്യദാർഢ്യവും ഇതിന് ഒരു അഭിവാദ്യവും ഒരുമിച്ച് നിന്ന് ജീവൻ വെടിഞ്ഞ് നമ്മൾ പോരാടാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചങ്കൂറ്റമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മട്ടോലി അച്ഛൻ്റെ ആവേശഭരിതമായ വാക്കുകൾക്ക് ശേഷം നമ്മൾ ജോയ്സ് കൈതുകോട്ടിൽ അച്ഛനെ ശ്രമിക്കുന്നു. ധീരന്മാരാം വൈദികരെ, എറണാകുളത്തെ വൈദികരെ, എറണാകുളത്തെ വൈദികരെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, അൽമായ മുന്നേറ്റത്തിന്റെ അഭിവാദ്യങ്ങൾ, അൽമായ മുന്നേറ്റത്തിന്റെ അഭിവാദ്യങ്ങൾ. കൂടെയുണ്ട്, 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 കൂടെയുണ്ട്. ആയിരം ആയിരം വിശ്വാസികൾ, ആയിരം ആയിരം വിശ്വാസികൾ. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. വൈദിക ഗണത്തിന് അഭിവാദ്യങ്ങൾ. ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം. നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം, നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം. ബഹുമാനപ്പെട്ട വൈദികരെ, മാധ്യമ സുഹൃത്തുക്കളെ, ജോർജ് ഓർവെലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് 1984. അതിൽ അധികാരത്തിൻ്റെ പ്രതിപുരുഷനായ ഒബ്രിയാൻ പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് ജനങ്ങളുടെ നന്മയിൽ താല്പര്യമില്ല, ഞങ്ങളുടെ താല്പര്യം അധികാരത്തിൽ മാത്രം. അധികാരം, ശുദ്ധമായ അധികാരം. ഞങ്ങളുടെ അധികാരത്തിൻ്റെ പുരോഹിതന്മാരാണ്, ഞങ്ങളുടെ അധികാരം ദൈവമാണ്. ഞങ്ങളുടെ അധികാരം നേരത്തെ സൂചിപ്പിച്ച മുണ്ടാടച്ചൻ പറഞ്ഞതുപോലെ, മട്ടോലീച്ചൻ പറഞ്ഞതുപോലെ, ഇത് അധികാര ദുർവിനിയോഗത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ്. ഒരു സഭയിൽ അധികാരത്തെ നിർവചിച്ചിരിക്കുന്നത് യേശുവാണ്. ആ യേശുവിൻ്റെ സഭയിൽ അധികാര ദുർവിനിയോഗം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക എന്നത് യേശുവിൻ്റെ സ്വഭാവമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. യേശു എന്നൊരു നാമമല്ല ഞങ്ങൾക്ക്, യേശു എന്നുള്ളതൊരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതികരണത്തിനും ഈ ചെറുത്തുനിൽപ്പിനുമായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കും, സമാധാനത്തിൻ്റെ രാജാവായിട്ടല്ലേ ക്രിസ്തു പിറന്നതെന്ന്. തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് ക്രിസ്തു പിറന്നത്. എന്നാൽ നീതിയില്ലാത്തടത്ത് എങ്ങനെ സമാധാനം ഉണ്ടാകും? നിങ്ങൾ ഗാസയിലേക്ക് നോക്കുക, ഇസ്രായേലിലേക്ക് നോക്കുക. എന്തുകൊണ്ടാണ് അവിടെ ഇപ്പോഴും പോരാട്ടം തുടരുന്നത്? അവിടെ നീതിയില്ലാത്തത് കൊണ്ടാണ്. നീതി ഉള്ളിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ചതഞ്ഞ ഞാങ്ങന അവൻ ഒടിക്കുകയില്ല, നീതി വിജയത്തിൽ എത്തിക്കുന്നത് വരെ പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് ഈ തിരി കെടുത്തുകയില്ല, ഞാങ്ങനെ ഒടിക്കുകയില്ല, നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ. അതിൻ്റെ ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇത് പിറവി തിരുനാളാണ്. ഈ പിറവി തിരുനാളില് യേശു പലപ്പോഴും പറയുന്നത് വീണ്ടും പിറക്കുന്നതിനെ കുറിച്ചാണ്. ഞങ്ങളിവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഈ വിളക്കുമായിട്ട് ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, തെരുവിലൂടെ നടന്ന ഡയോജൻസിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു മനുഷ്യനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞങ്ങളിവിടെ അന്വേഷിച്ച് നടക്കുന്നത് സ്നേഹമുള്ള യേശുവിൻ്റെ പ്രതിപുരുഷന്മാർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ എന്നറിയാനാണ്. അകത്തില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾ പുറത്തു നിൽക്കേണ്ടി വരുന്നത്. യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തുണ്ടായിരുന്നെങ്കിൽ ഈ വൈദികർക്ക് ഇങ്ങനെ പുറത്ത് നിൽക്കേണ്ടി വരികയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വീണ്ടും പിറവി ആവശ്യമായി വന്നിരിക്കുകയാണ് ഈ അധികാരത്തിലിരിക്കുന്നവർക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ധ്വജൻ എന്നൊരു വാക്കുണ്ട് ഭാരതീയ ബോധത്തിൽ. അത് സന്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് നീന്തുകയാണ്. നീന്തുമ്പോൾ അദ്ദേഹം ആ ഒഴുക്കിനോടൊത്ത് ഉടുതുണി അഴിച്ചു കളയുകയാണ്. ഉടുതുണി അഴിച്ചു കളഞ്ഞ് അദ്ദേഹം മറുകരയിൽ എത്തുമ്പോൾ പുതുവസ്ത്രം
വസ്ത്രവുമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആശ്രമവാസികളുണ്ട്. അതൊരു പുതുജീവന്റെ ഒരു പിറവിയുടെ കഥയാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്നവര് ആ പഴയ കീറത്തുണിയും എടുത്തുകൊണ്ട് ആ കരയ്ക്ക് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്കൊരു ജന്മം ആവശ്യമാണ്, ഒരു പുതുജന്മം ആവശ്യമാണെന്ന് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും പിറക്കണം. യേശു പറഞ്ഞത് തന്നെ ഞങ്ങൾ വീണ്ടും പറയുകയാണ്. ഈ ഹെറോദോസിന്റെ കൊട്ടാരം തന്നെ വിളിക്കാം. ഇതിന്റെ അകത്തിരിക്കുന്നവരോട് നിങ്ങൾ വീണ്ടും പിറക്കണം. ഞങ്ങൾ പുറത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ജ്ഞാനികളായതുകൊണ്ടാണ് ഞങ്ങൾ പറയും, അഭിമാനപൂർവ്വം പറയും. ഹെറോദോസിന്റെ വീട്ടിലേക്ക് കയറിപ്പോയ ജ്ഞാനികള് പുറത്തിറങ്ങിയപ്പോഴാണ് അവർ നക്ഷത്രത്തെ കണ്ടത്. ആ നക്ഷത്രം അവരെ യേശുവിന്റെ അടുത്തേക്ക് നയിച്ചു, പുൽക്കൂട്ടിലേക്ക് നയിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെ കൊട്ടാരം ഇത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കൊട്ടാരമായിരുന്നു. എന്നാൽ ഹെറോദോസിന്റെ സ്വഭാവമുള്ളവര് അധികാരത്തിൽ വന്നത് മുതൽ ഇത് അധികാര പ്രമത്തതയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും അഴിമതിയുടെയും അക്രമത്തിന്റെയും ഇടമായിട്ട് മാറിയെന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ജ്ഞാനമുള്ളവര് ഇവിടെ പുറത്തു നിൽക്കും, അകത്ത് കയറി. കാരണം ഹെറോദോസിന്റെ കൊട്ടാരമാണ്. ആ ഹെറോദോസിന്റെ കൊട്ടാരത്തെ നവീകരിക്കുക, അതിനെ ശുദ്ധീകരിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് തീർക്കണമെന്ന് ഞങ്ങൾക്ക് ഏവർക്കും ആഗ്രഹമുണ്ട്. ഞാനൊരു കഥയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ, 11 ഒട്ടകങ്ങളുള്ള ഒരു മനുഷ്യൻ തൻ്റെ മക്കളോട് മരണനേരത്ത് പറയുന്ന ഒരു വാക്കുണ്ട്: എൻ്റെ ഈ 11 ഒട്ടകങ്ങളെയും മൂത്തയാൾക്ക് പകുതി കൊടുക്കണം, രണ്ടാമത്തെ ആൾക്ക് കാൽഭാഗം കൊടുക്കണം, ഇളയ ആൾക്ക് 1/6 കൊടുക്കണം. അവർ ചർച്ച ചെയ്യുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഒരൊട്ടകത്തെ മുറിക്കുകയല്ലാതെ സാധ്യമല്ല എന്നുള്ള തീരുമാനത്തിലെത്തുമ്പോൾ ഒരു ജ്ഞാനി വന്നിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ ഒട്ടകത്തെ നിങ്ങൾ എടുത്തുകൊള്ളുക. അങ്ങനെ 12 ഒട്ടകമായി. അവർ പറഞ്ഞു, ഇനി വിഭജിച്ചു കൊള്ളുക. 12 ഒട്ടകത്തെ വിഭജിച്ചു. 6 എണ്ണം മൂത്തയാൾക്ക് കിട്ടി, 3 എണ്ണം രണ്ടാമത്തെ ആൾക്ക് കിട്ടി, 2 എണ്ണം ഇളയാൾക്ക് കിട്ടി. എണ്ണി നോക്കൂ എത്ര എണ്ണം ഉണ്ട്? 6, 3, 9 എണ്ണം 11. 12ാമത്തെ ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. ഇത് പറയാൻ ജ്ഞാനമുള്ളവര് ഈ മെത്രാൻസിനിടയിൽ ആരെങ്കിലും ഉണ്ടോ? ഇതാ എടുത്തുകൊള്ളൂ എന്നിട്ട് സമവായിട്ട് തീർക്കൂ. അങ്ങനെ 11 ഒട്ടകത്തെ വെട്ടിമുറിക്കാനായിട്ട് അതിരൂപതയിലെ പുരോഹിതരെ വെട്ടിമുറിക്കാനായിട്ട് നടത്തുന്ന ഈ ശ്രമത്തെ സ്വാഭാവികമായിട്ട് ചെറുക്കുക എന്നത് ഈ ഒറ്റക്കെട്ടിന്റെ വൈദികരുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുത്തിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാധ്യമ സുഹൃത്തുക്കളെ, ചിലർ ചോദിക്കാറുണ്ട് ഈ ചോദ്യം: നിങ്ങൾ സമാധാനത്തിന് ഈ ദിനത്തിൽ എന്തിന് ഇങ്ങനെ വരുന്നുവെന്ന്. ഞങ്ങൾ സമാധാനത്തിന്റെ രാജാവിന്റെ കൂടെ തന്നെയാണ്. ആ സമാധാനത്തിന്റെ രാജാവ് നീതിയുടെ രാജാവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വട്ടോലി പറഞ്ഞതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന പ്രശ്നമല്ല, ഇതിന്റെ കാതലായ പ്രശ്നം. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം യേശുവിന്റെ രാഷ്ട്രീയമാണ്. യേശുവിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെയും നീതിയുടെയും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഈ അതിരൂപതയിലെ വൈദികർ തയ്യാറില്ലെന്ന് ഈ മെത്രാൻസിനോടും ഇതിന്റെ അകത്തിരിക്കുന്ന ഹെറോദസിന്റെ പ്രതിനിധികളോട് ഞങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ ഈ കൊട്ടാരത്തിൽ നിങ്ങൾ ഒതുവിത്തില് തകർന്നു വീഴും. മറിയം പ്രവചിച്ചതുപോലെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെ അവൻ മറിച്ചിടും, എളിയവരെ അവൻ ഉയർത്തും. ഈ എളിയവരായ ഞങ്ങളെ ദൈവം ഉയർത്തുമെന്ന് പരിപൂർണമായ വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങൾ തകർന്നു വീഴുന്ന ഒരു ദിവസം കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ക്രിസ്മസ് ദിനമാണ്. ഈ വലിയ തിരുനാൾ ദിനത്തിൽ ഈ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ഈ അതിമെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പുണ്യപുരുഷന്മാരായ മെത്രാപ്പോലീത്താമാർ അവരുടെ കൂരിയായോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളതായ പുണ്യസ്ഥലമാണ് നമ്മുടെ പുറകിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ മെത്രാസന മന്ദിരം. പക്ഷെ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ്? അധർമ്മികളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണത്. ധർമ്മനിഷ്ഠയുള്ള ഒരൊറ്റയാൾ പോലും മെത്രാൻ ബോസ്കോ ഉൾപ്പെടെ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ. ഞങ്ങളിവിടെ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ്. യുദ്ധരംഗത്ത് നിൽക്കുന്ന പടയാളിയെ സംബന്ധിച്ചിടത്തോളം പരാജയമെന്നൊന്നില്ല, വിജയം അല്ലെങ്കിൽ മരണം. എന്തു വന്നാലും ശരി, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട്, സത്യത്തിൻ്റെയും നീതിയുടെയും നേട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവസാന നിമിഷം വരെ പടപൊരുതിക്കൊണ്ടേയിരിക്കും. ഈ സമരം ഇനിയും നീണ്ടുപോകും.
ഇതിനിയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പല രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ സമര രീതികൾ ഞങ്ങൾ ആവിഷ്കരിക്കും. ആ രീതിയിൽ ഞങ്ങളുടെ ആത്മായ സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പമുണ്ട്. അവരാണ് ഞങ്ങളുടെ ബലം. അവരോട് ഒരുമിച്ച് കൂടി ഞങ്ങൾ വൈദികരും അൽമായരും ഒരുമിച്ച് നിന്ന് ഈ അനീതിക്കെതിരെ, അനീതി നിറഞ്ഞതായ കാനൻ ലോയം വെച്ചുകൊണ്ടിരിക്കുന്നതായ മെത്രാന്മാരുടെ തോന്നിയവാസങ്ങൾക്കെതിരെ ഞങ്ങൾ ഇനിയും സമരം ചെയ്യും. അവസാനം വരെ ഞങ്ങൾ പിടിച്ചു നിൽക്കും. തീർച്ചയായിട്ടും വിജയം നമ്മുടേതാണ്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ഇനിയും ഇത് തുടരും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഞങ്ങൾ സമാപിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മളെ. പ്രിയമുള്ളവരെ, ഈശോയുടെ ജനന തിരുനാളിന് ദിവസമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഹെറോദോസ് 2 വയസ്സിനും താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ യേശു ജനിച്ചപ്പോൾ കൽപ്പനയിട്ടവനാണ്. പക്ഷേ അവൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ യേശുവിന് വധിക്കാൻ സാധിച്ചില്ല. അവസാനം പിന്നെ അവൻ്റെ മരണം നമ്മൾ കാണുന്നത് പീലാത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ വിധിവാചകം പ്രകടിപ്പിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന ഒരു കാര്യമുണ്ടായത്. ഈ ഹെറോദോസ് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ഹെറോദോസിൻ്റെ മാത്രം കൊട്ടാരമല്ല, പീലാത്തോസുമാരെ കൂടെ നിർത്തിയിട്ടുള്ള ഒന്നാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ സസ്പെൻഷൻ കൊടുത്തും ഡിസ്മിസ് ചെയ്തും ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാർ ബോസ്കോയോട് പറയാനുള്ളത്, എന്ത് തിട്ടൂരത്തിൽ ഒപ്പിട്ടാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടും. ഒരു 3-4 വൈദികർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്താൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ അതിരൂപതയിലെ 450 വൈദികരും നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടവകകളിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ. ഞങ്ങളുടെ ജനം കൂടെയുള്ളിടത്തോളം കാലം ഇവിടെ ജനമാണ് ശക്തി. ഈ ജനത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഞങ്ങൾ ഈ കത്തോലിക്ക തിരുസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരുന്ന് എന്തൊപ്പിട്ടാലും ഞങ്ങൾ പലതും ഇവിടെ തിരിച്ചു കൊടുത്തു. ഡയറി തിരിച്ചു കൊടുത്തു, ക്രിസ്മസ് കാർഡ് തിരിച്ചു കൊടുത്തു. ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചതായിട്ടുള്ള എല്ലാ പേപ്പറുകളും ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പാമ്പാറയെ വച്ചുകൊണ്ട് ഞങ്ങളെ പേടിപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാമ്പാറയുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ കണ്ട മുട്ടുപറയ്ക്കുന്ന പാമ്പാറയായിരിക്കും ഞങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ കൂടിയത് ഏതെങ്കിലും ഒരു ഹാളിലോ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിലോ ഏതെങ്കിലും പള്ളിയുടെ മേടയിലോ അല്ലെങ്കിൽ പാരിഷ് ഹാളിലോ ആണെങ്കിൽ ഇനി ഞങ്ങൾ അതിനല്ല തയ്യാറ്. ഞങ്ങൾ തെരുവിലേക്ക് തന്നെ ഇറങ്ങാൻ തയ്യാറാണ്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇനിയുള്ള സമര പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് തെരുവിലാണ്. കാരണം ഇത് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് ഇവിടെ പലരും കയറ്റിയിരുത്തി ചെയ്യുന്നുണ്ട്. ഒരു ACP ജയകുമാർ ഇവിടെ മണിക്കൂറുകളോളം ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് അട്ടിപ്പേറ് നടത്തിയിട്ട് ഈ രൂപതയിലെ വൈദികർക്കെതിരെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ ACP, ഞങ്ങൾ അതിന് തയ്യാറല്ല. കാരണം അങ്ങ് എന്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങ് ഞങ്ങൾക്കെതിരെ ലാത്തി വീശിയിട്ടുള്ളൂ. അങ്ങ് ഞങ്ങൾക്കെതിരെ ആജ്ഞയിട്ടിട്ടുള്ളൂ. പക്ഷേ ഒരു ACP ജയകുമാറിന്റെ മുമ്പിൽ മുട്ടുവിറയ്ക്കുന്നവരല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മക്കള്. താക്കീത് തരികയാണ്, ഞങ്ങൾ താക്കീത് തരികയാണ്. നിങ്ങൾ അടിച്ചൊതുക്കിയാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും ഞങ്ങൾ പിന്മാറുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് നിലകൊള്ളുന്നവരല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നിൽപ്പ് സമരം 1 മണിക്കൂറാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അതിവിടെ അവസാനിക്കുകയാണ്. ഈ നിൽപ്പ് സമരത്തിൽ പങ്കെടുക്കാൻ എല്ലാ പള്ളികളിൽ നിന്നും ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ഇവിടെ ഓടിയെത്തിയ പലരും കാപ്പി പോലും കുടിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഇനി വീടുകളിലേക്ക് പോകേണ്ടവരാണ്. ഞങ്ങൾക്ക് ഇത്രയും പേര് ഇവിടെ വന്ന് ചേർന്നതിൽ എല്ലാ വൈദികരോടും നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പ്രക്ഷേപണം ചെയ്യാൻ ഇവിടെ എത്തിയ മാധ്യമ സംഘത്തിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ അൽമായ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. ഇത് തല്ലിപ്പൊളിക്കാനല്ല ഞങ്ങൾ വന്നേ. കയറാൻ ഞങ്ങൾ തയ്യാറല്ല. അശുദ്ധാത്മാക്കൾ വസിക്കുന്നിടത്തേക്ക് ഞങ്ങൾ കയറാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ പോലീസുകാർ വിചാരിച്ചു ഇത് തല്ലി തുറക്കാനായിട്ട് വന്നിട്ട് തുറക്കാൻ വരും. ഞങ്ങൾ
ഉറക്കം വരും. അന്ന് ഇവിടെയുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതിൻ്റെ സമയം അധികം വൈകിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അന്ന് നിങ്ങളുടെ ലാത്തിയുടെ മുമ്പിലോ നിങ്ങളുടെ തോക്കിൻ്റെ മുമ്പിലോ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങൾ വിചാരിച്ച കാര്യം ഞങ്ങൾ നടത്തിയിരിക്കുമെന്നുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ മംഗളം നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ദിനത്തിൽ വന്നു ചേർന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിൽപ്പ് സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.